write a C program for structure to store student report card. Okay, student report card ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും? നെയിം, എഗെയിൻ ആ സ്റ്റുഡന്റിന്റെ ക്ലാസ്, എഗെയിൻ ഏതൊക്കെ ലാംഗ്വേജസ് ആണ്, ഏതൊക്കെയാണ് സബ്ജക്ട്സ്. ഓക്കെ, മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. എഗെയിൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിന്റെ ടോട്ടൽ വേണം. റിപ്പോർട്ട് കാർഡിൽ ടോട്ടൽ ഒക്കെ അല്ലേ ഉണ്ടാവുക? നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് അല്ലേ ഉണ്ടാവുക. പിന്നെ റാങ്കിങ് ഉണ്ടാവും. റാങ്കിങ് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഓക്കെ, റാങ്കിങ്ങും കണ്ടുപിടിക്കാം, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ചുകൂടി ലോജിക് യൂസ് ചെയ്യണം. സോ ഇതാണെങ്കിൽ വെറുതെ അഡിഷൻ മാത്രമല്ല. സോ നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. ഓക്കെ, സോ റൈറ്റ് എ C program for structure to store student report card, name, class, മലയാളം, again subjects, again total. എത്ര ആൾക്കാർക്ക് ഈ പ്രോഗ്രാം എഴുതാൻ അറിയാം? എത്ര ആൾക്കാർക്ക് എഴുതാൻ അറിയാം ഈ പ്രോഗ്രാം? സിമ്പിൾ ലോജിക് ആണ് ഈ പ്രോഗ്രാം. എത്ര ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്യാം? തെറ്റാവും, അത് കുഴപ്പമില്ല. എത്ര ആൾക്കാർ ട്രൈ ചെയ്യാനുള്ള ആൾക്കാർ എത്ര പേരാവും? ദെൻ 2, 3, 4. ഗുഡ്. ഓക്കെ, അറിയുന്ന ആൾക്കാർ എഴുത്, ബാക്കി ആൾക്കാർ ഒന്ന് ലിസൺ ചെയ്യും. ഓക്കെ, ഇത് ലാസ്റ്റ് പ്രോഗ്രാം. ഇനി ഞാൻ സ്ട്രക്ചറിലെ പ്രോബ്ലം എടുക്കൂല. ഓക്കെ, അപ്പൊ ഇതുവരെ മനസ്സിലാവാത്ത ആൾക്കാർ കൂടി ഇതിൽ നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ലൈൻ ഈസ് വാട്ട്? ഫസ്റ്റ് ലൈൻ ഈസ് ആഷ് ഇൻക്ലൂഡ് studio.h, right? The next one is we need to create a student report, right? So here we need to define the structure. Okay, structure. What is mean by structure? Keyword that is struct. Then after that, then structure കഴിഞ്ഞിട്ട് എന്താണ്? Tell anyone tag name എന്ത് കൊടുക്കാം? റിപ്പോർട്ട് കാർഡ് അല്ലേ? സോ നമ്മൾ റിപ്പോർട്ടിന് കൊടുക്കാം, അതല്ലേ നല്ലത്? റിപ്പോർട്ട്. ഓക്കെ, then open close. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്? പറ. First one is name. So name is a character, name 10. That's okay. The next one is class. Class integer തന്നെ കൊടുക്കാം. So integer class. Then mark അല്ലേ? So next one is integer mark. Okay, മലയാളം തന്നെ മലയാളം. Then integer English. Then integer physics. Then integer chemistry. Then they have a integer total. Right? ഇത്ര കാര്യമല്ലേ? വേറെ എന്തെങ്കിലും വേണോ? ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ എല്ലാ ആൾക്കാർക്കും? ഓക്കെ അല്ലേ? ആണോ? ഓക്കെ. Then after that, ഇവിടെ ഒരു സെമിക്കോളൻ വരും. പ്രോഗ്രാം we need to start, that is void main. മാത്സ് മിസ്സായി അല്ലേ? Chemistry, maths. Okay, good. Integer, maths. So void main, then open close, integer. അമ്മായിന് കൊടുത്താല് സബ്ജക്റ്റിന് അങ്ങനെ കൊടുക്കാം കേട്ടാ. ഗുഡ്, അങ്ങനെ കൊടുക്കാം. ഒരു സിംഗിൾ ഇന്റീജറിൽ തന്നെ കൊടുക്കാം. ഇത്ര ക്ലിയർ ചെയ്യാൻ വേണമെന്നില്ലായിരുന്നു. ഇന്റീജർ ക്ലാസ് കമാ മലയാളം കമാൻഡ് തന്നെ കൊടുക്കാം. ഓക്കെ, സ്ട്രക്ട് ഇതിങ്ങനെ ഡിക്ലെയർ ചെയ്യാം കേട്ടാ. കമാ മലയാളം അങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, then struct. Then next line is what? Struct. What is the structure tag name? Structure tag name. Structure tag name is not report, right? So report. I need to store multiple student details. Okay, എനിക്ക് ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റ വേണ്ട, എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റുഡൻസിന്റെ റിപ്പോർട്ട് കാർഡാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. സോ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? I need to show multiple students report. So in array, right? So the maximum capacity is 100. Good. Then after that, I need again one variable, that is limit. So set like a name limit. Then ഇത് എന്തിനാണ് മനസ്സിലായോ? We can store 100 student names, but എപ്പോഴും നമ്മൾ 100 names സ്റ്റോർ ചെയ്യണോ? വേണ്ട, എനിക്ക് ലിമിറ്റ് വേണം. Okay, sometimes I will store 10 student details, sometimes I will store 20 students details,
like that. Okay, so I set a limit. So limit then I എന്തിനു വേണ്ടിയിട്ടാണ്? Here we are going to perform repeated execution. So I am going to use for loop. So അതിന് വേണ്ടിയിട്ട് ഒരു I loop വേണം. I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ വേണം. So ഞാൻ അത് ചെയ്തു I എടുത്തു. Then next line is what? Printf enter the number of students. Okay. There are students within the scanf. What is the scanf for this? Percentage d comma ഇതിൽ സ്റ്റോർ ചെയ്യണം. ഏത് വേരിയബിൾ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഫസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇതിൽ സ്റ്റോർ ചെയ്യണം. ലിമിറ്റ്. ഗുഡ്. നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ലിമിറ്റ്. സോ ആംപർസെന്റ് ലിമിറ്റ്. റൈറ്റ്. സോ നെക്സ്റ്റ് ലൈൻ ഈസ് വാട്ട്? നെക്സ്റ്റ് ലൈൻ എന്താണ്? We are going to feed the details, right? So for array start with array എപ്പോഴും ഏതിൽ സ്റ്റാർട്ട് ആവും? array start with first. array start with 0. So I is equal to 0. Next line is what? I less than. നമുക്ക് എത്ര നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം? എത്ര സ്റ്റുഡന്റിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ലിമിറ്റിലാണ്. സോ I limit, right? Then I plus then open close. First one is what? Printf enter the name, right? enter the name alle first one. Enter the name semicolon. Name എന്താണ്? പറ. scanf പറ. ഇതിന്റെ scanf percentage s comma then percentage s comma സഹാൽ. മുഹമ്മദ് സഹാൽ ഉണ്ടോ ക്ലാസ്സിൽ? ആൻസർ പറ. ഇതിന്റെ ആൻസർ മുഹമ്മദ് സഹാൽ. ഈ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന് ആബ്സെന്റ് മാർക്ക് ചെയ്യാം കേട്ടോ. മുഹമ്മദ് സഹാൽ ഉണ്ടോ? ആൻസർ ചാറ്റ് ബോക്സിൽ പറയണം, ഇല്ലെങ്കിൽ വിളിച്ച് പറയണം. അറിയില്ലാന്ന് വെച്ചാൽ മൈക്ക് ഓൺ ചെയ്തിട്ട് അറിയില്ലാന്ന് പറയാ. മുഹമ്മദ് സഹാൽ. ഓക്കെ. നെക്സ്റ്റ് ലൈൻ എന്തായിരുന്നു? വർഷനാഥ്. പ്രണവ് മധു. ഓക്കെ. അഗ്ന. വേറെ എന്താ? ഓക്കെ, അത്ര 5 ആൾക്കാർക്ക് ആബ്സെന്റ് ആയി. ദെൻ നെക്സ്റ്റ് റൗണ്ട് ചോദിക്കാം. പറ, ആൻസർ പറ. അറിയുന്ന ആൾക്കാർ പറഞ്ഞോ ചാറ്റ് ബോക്സിൽ. ഇവിടെ എന്താ വരിക? എൻ്റർ ദ നെയിം. ഇവിടെ എന്താണ്? എസ് ഓഫ് ഐ ഡോട്ട് നെയിം, right? Then after that we need to enter the class, right? So printf enter the class. Okay, enter the class. Next one is what? scanf percentage d comma ഇവിടെ എന്തായിരിക്കും? s of i dot what? class. Okay, മാർക്സ് ഒക്കെ നമ്മൾ ഒരു സിംഗിൾ പ്രിന്റ്എഫിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ പ്രോഗ്രാം വലുതായി പോകും. ഓക്കെ, സോ പ്രിന്റ്എഫ് ഞാൻ ഇവിടെ എഴുതുകയാണ്. എൻ്റർ ദ മാർക്സ് ഫോർ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് വാട്ട്? മലയാളം, then English, then physics, then
physics, then chemistry, then maths, right? So we need to enter these all informations, right? So understand this. Sorry. Good. Okay. Then. So, അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ പ്രിന്റ്എഫിൽ സ്കാനഫിൽ തന്നെ ഇത്ര ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലേ? സോ സ്കാനഫ് പറ, സ്കാനഫ് എത്ര പെർസെന്റേജ് ഡി വരും? എത്ര പെർസെന്റേജ് ഡി വരും? We need to store the data of Malayalam, Art, then English, Physics, Chemistry, Maths. Total എത്ര പെർസെന്റേജ് ഡി വരും? കൗണ്ട് പറ. 5% ഡി വരും. ഗുഡ്. പെർസെന്റേജ് ഡി. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുത്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പെർസെന്റേജ് ഡി, പെർസെന്റേജ് ഡി. സോ നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വാല്യൂ ആണ്, ഇതിന്റെ മാർക്കാണ്. ഫസ്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്നത് വി ആർ എൻ്റർ ദ മാർക്ക് ഫോർ മലയാളം, റൈറ്റ്? സോ എങ്ങനെ സ്റ്റോർ ചെയ്യണം? ഫസ്റ്റ് ചാറ്റ് ബോക്സിൽ പറഞ്ഞോ, ഫസ്റ്റ് മാർക്ക് മലയാളത്തിൻ്റെതാണ്. അപ്പോ എസ് ഓഫ് ഐ ഡോട്ട് എന്താണ് മലയാള മാർക്ക്? എന്താണ്? MAL AOEL. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? എസ് ഓഫ് ഐ ഡോട്ട് എന്തിന്റെ മാർക്കാണ്? സെക്കൻഡ് ഇംഗ്ലീഷ് അല്ലേ? സോ ഇംഗ്ലീഷ് വേരിയബിൾ നെയിം ഇംഗ്ലീഷ് ആണ്, മലയാളം ഇംഗ്ലീഷ്. ദെൻ അത് വേണമെങ്കിൽ ഷോർട്ട് ആക്കാം കേട്ടോ, ME എന്നും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ആക്കിയത്. എസ് ഓഫ് ഐ ഡോട്ട് S of I dot then next one is what? Next of I dot physics, right? Okay. Physics, then comma S of I dot, final one is what? Maths, right? Sorry, chemistry, and comma S of I dot Maths. Okay, വേറെ എന്തെങ്കിലും ഉണ്ടോ? Then we are set. We need to set semicolon. Okay. Let's see the full window. Okay. Then that's over. Then we need to find the total, right? So total കണ്ടുപിടിക്കണ്ടേ? Total എങ്ങനെയാ കണ്ടുപിടിക്കുക? So I set total. So total എങ്ങനെ സ്റ്റോർ ചെയ്യണം? S of I dot total. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഏരിയ എന്താണ്? ഇതാണ്. മനസ്സിലായ? ടോട്ടൽ, we need to find the total. So total എങ്ങനെയാണ് കണ്ടുപിടിക്കുക? S of I dot total. എന്തിന്റെ ടോട്ടൽ ഒക്കെ കാണണം? പറ. S of I dot മലയാളം. Okay. S of I dot Malayalam, then plus, then S of I dot English, then plus S of I dot എന്താണ്? S of I dot physics അല്ലേ? Physics, then plus S of I dot chemistry, right? Plus S of I dot maths. മനസ്സിലായ? ഈ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് വാല്യൂസ് ഒക്കെ ഇവിടെ സ്കാൻ ചെയ്തെടുത്തതിന്റെ നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ, റൈറ്റ്? സോ ടോട്ടൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടൽ
S of I dot total is equal to S of I Malayalam plus S of I dot English plus S of I physics then S of I chemistry. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഫുൾ നമുക്ക് എവിടെ പോയി സ്റ്റോർ ആവും? S of I dot total സ്റ്റോർ ആവും. ദെൻ നമുക്ക് എന്താ വേണ്ടത്? നോർമൽ പ്രിന്റിംഗ് ആണ്. സോ പ്രിന്റിംഗ് പറ. മനസ്സിലായ? ഇത് ടോട്ടൽ മനസ്സിലായ? യെസ് ആണോ നോ ആണോ? ടോട്ടൽ മനസ്സിലായ? ഓക്കെ അല്ലേ? നമുക്കിനി എന്ത് ചെയ്യണം? വി നീഡ് ടു പ്രിന്റ് എല്ലാ വാല്യൂസും. നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം അല്ലെ? നമ്മൾ എങ്ങനെയാ പ്രിന്റ് ചെയ്യാ? പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഫോർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് ഫോർ ലൂപ്പ്, റൈറ്റ്? സോ ഫോർ I is equal to 0, then I less than same limit, then I plus plus, right? Then open close. ഫസ്റ്റ് നമ്മൾ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പറ. printf ഫസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? നെയിം അല്ലേ? നെയിം. സോ നെയിം എന്ന് പറയുന്നത് എന്താണ്? നെയിം എന്താണ്? പറ. ഫസ്റ്റ് നെയിം എന്തായിരുന്നു? ഇവിടെയൊക്കെ ആംപർസെന്റ് വരാം അല്ലേ? ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആള് ആരും പറഞ്ഞിട്ടില്ല. ആംപർസെന്റ് പിന്നെ എവിടെയാ ഗുഡ്? വേറെ ഒരാളും പറഞ്ഞിട്ടില്ല അത്. ഓക്കെ. പ്രിന്റ് ഇവിടെ എന്താ യൂസ് ചെയ്യാ? നെയിം ഇതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പെർസെന്റേജ് യെസ്, റൈറ്റ്? സോ പെർസെന്റേജ് യെസ്. ദെൻ ഞാൻ ഇവിടെ ഒരു സ്ലാഷ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ പോവാം. നെക്സ്റ്റ് എന്താണ്? ക്ലാസ് അല്ലേ? ക്ലാസ് എന്ന് പറയുന്നത് എന്താ? പറ. ക്ലാസ് ഷിബിലിയ. ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ വരിക? ഷിബിലിയ. പെർസെന്റേജ് ഡി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ക്ലാസ് നെയിം. ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? നമുക്ക് മാർക്ക് 1 by 1 ആയിട്ട് പ്രിന്റ് ആവണം അല്ലെ? സോ നമ്മൾ ഫസ്റ്റ് ഉള്ളത് എന്താണ്? മലയാളത്തിന്റെ മാർക്കാണ്. മലയാളം. സോ മലയാളം എന്താണ്? പെർസെന്റേജ് ഡി ആണ്. ഓക്കെ. എല്ലാത്തിനും ഒരു സ്ലാഷ് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ പോകാൻ വേണ്ടിയിട്ട് സ്ലാഷൻ മലയാളം സ്ലാഷൻ. ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്തായിരുന്നു? മലയാളം കഴിഞ്ഞിട്ട് എന്താണ്? ഇംഗ്ലീഷ് അല്ലേ? സോ ഇംഗ്ലീഷ്. ഓക്കെ. ഇംഗ്ലീഷ് എന്തായിരുന്നു? പെർസെന്റേജ് ഡി ആയിരുന്നു. ഓക്കെ. പെർസെന്റേജ് ഡി ആയിരുന്നു. പെർസെന്റേജ് ഡി. ഇംഗ്ലീഷ് പെർസെന്റേജ് ഡി ആണ്. ആഫ്റ്റർ ദാറ്റ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എന്താണ്? ഫിസിക്സ് പെർസെന്റേജ് ഡി സ്ലാഷ് എൻ. ദെൻ ഫിസിക്സ് കഴിഞ്ഞിട്ട് എന്താണ്? കെമിസ്ട്രി അല്ലേ? കെമിസ്ട്രി പെർസെന്റേജ് ഡി സ്ലാഷ് എൻ. ദെൻ കെമിസ്ട്രി കഴിഞ്ഞിട്ട് എന്താണ്? മാത്സ് എന്താണ്? പെർസെന്റേജ് ഡി സ്ലാഷ് എൻ. മാത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ മാർക്ക് വേണ്ടേ? സോ ടോട്ടൽ എന്താണ്? പെർസെന്റേജ് ഡി ആണ്. ടോട്ടലും ഇന്റീജർ അല്ലേ? സോ പെർസെന്റേജ് ഡി തന്നെയാണ്. ഓക്കെ. സ്ലാഷ്. നെക്സ്റ്റ് ഇതിൽ കമാ കഴിഞ്ഞിട്ട് നെയിം നമുക്ക് ഇതിലാണ് സ്റ്റോർ ആയിട്ടുള്ളത്? എസ് ഓഫ് ഐ ഡോട്ട് നെയിം ഇതിലാണുള്ളത്? എസ് ഓഫ് ഐ ഡോട്ട് നെയിം. ഓക്കെ. ദെൻ കമാ ക്ലാസ് ഇതിലാണുള്ളത്? എസ് ഓഫ് ഐ ഡോട്ട് ക്ലാസ് അല്ലേ? എസ് ഓഫ് ഐ ഡോട്ട് ക്ലാസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. ഇതൊക്കെ എങ്ങനെയാണ്? മാർക്കൊക്കെ സ്റ്റോർ ആയിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ അല്ലേ? എസ് ഓഫ് ഐ ഡോട്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ആംപർസെന്റ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഓൺ മലയാളം മാർക്കാണ്. ഓക്കെ. സെക്കൻഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ആണ്. തേർഡ് ഓൺ എന്താണ്? ഫിസിക്സ് ആണ്. ഫോർത്ത് ഓൺ എന്താണ്? കെമിസ്ട്രി ആണ്. ഫിഫ്ത് ഓൺ എന്താണ്? മാത്സ് ആണ് അല്ലെ? ഏകൻ ഇനി എന്ത് വേണം നമുക്ക്?
മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കൊടുത്തിട്ടുണ്ട്. എഗൈൻ ഇനി എന്ത് ടോട്ടൽ വേണം അല്ലെ. ടോട്ടൽ നമുക്ക് അപ്പൊ എങ്ങനെയാ കൊടുക്കേണ്ടത്? എസ് ഓഫ് ഐ കമ എസ് ഓഫ് ഐ കമ സോറി ഐ ഡോട്ട് ഇവിടെ കമ അല്ലെ, എസ് ഓഫ് ഐ ഡോട്ട് എന്താണ് ടോട്ടൽ അല്ലെ. ടോട്ടൽ എങ്ങനെ പുറത്തു വന്നത്? ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ എഴുതിയത്? ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എറർ വന്നിട്ടുണ്ട്. മെമ്പർ നെയിംഡ് മലയാളം. ഓക്കെ, എറർ 2628 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു മലയാളം. ഓക്കെ, നമ്മൾ വേരിയബിൾ എങ്ങനെയാ ഡിക്ലെയർ ചെയ്ത? MALAYALA. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത സ്ഥലം ഇതായിപ്പോയി കേട്ടാ. ഇതിന്റെ ഇതാണ്. Again, here are expected semicolon. 31 ലൈനില് സെമിക്കോളൻ ഇല്ല. അപ്പൊ ഈ ലൈനിൽ നമ്മൾ കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു, ഇവിടെ ഒരു സെമിക്കോളൻ ഉണ്ടാവില്ലായിരിക്കും. ഇവിടെ 2 കമ വന്നിട്ടുണ്ട്, സെമിക്കോളൻ ഇല്ല. ഓക്കെ, അതേ ഉള്ളൂ. ഓക്കെ, പ്രോഗ്രാം എക്സിക്യൂട്ട് ആയി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ 3 കൊടുക്കാണ്. അതിൻ്റെ അടുത്ത് സ്റ്റുഡൻറ് നെയിം അഭിനന്ദ് കൊടുക്കാണ്. അഭിനന്ദ്, ക്ലാസ് മാത്സ്. ഓക്കെ, എൻ്റെ അടുത്ത മാർക്ക് 120, 150, 123, 1. ഓക്കെ, 145, 165. എൻ്റെ അടുത്ത നെയിം. നെക്സ്റ്റ് എൻ്റെ അടുത്ത നെയിം ചോദിക്കുകയാണ്. അപ്പം നെയിം ഞാൻ എന്താണ് കൊടുക്കുക? ഗോകുൽ കൊടുക്കുകയാണ്. ഗോകുൽ. എൻ്റെ അടുത്ത ക്ലാസ്. എൻ്റെ അടുത്ത ക്ലാസ് ഞാൻ എന്ത് കൊടുത്ത്? ഓക്കെ, 12th കൊടുക്കുകയാണ്. മാർക്ക് ചോദിച്ചു. മാർക്ക് എന്താണ്? 120, 150, 140, 130, 155. ഓക്കെ, വന്നിട്ടുണ്ടോ? നെയിം അഭിനന്ദ്. ഫസ്റ്റ് അവനക്ക് ഞാൻ ക്ലാസ് കൊടുത്തില്ലായിരുന്നു കേട്ടോ, അതാണ് അങ്ങനെ വരാത്ത. ഓക്കെ, അഗൈൻ അഭിനന്ദ് അങ്ങനെ വന്നിട്ടുണ്ട്. ഡേറ്റാസ് ഞാൻ ക്ലിയർ ആയിട്ട് ഫീഡ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റുള്ള ഡേറ്റ ഞാൻ ക്ലിയർ ആയിട്ട് ഫീഡ് ചെയ്തില്ല, അതിന്റെ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം എല്ലാവരും ഫാസ്റ്റ് ആയിട്ട്. നോട്ട് ചെയ്യാൻ ഒന്നുമില്ല. ഇത് എഴുതാൻ അറിയാണ്ടേ? ഇനി പ്രോഗ്രാം ഇങ്ങനെ ചോദിച്ചാൽ ഇവിടെ എക്സ്ട്രാ നമ്മൾ പഠിച്ചത് എന്ത് മാത്രമാണ്? ഇവിടെ ഒരു ടോട്ടൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇങ്ങനെ എഴുതിയെടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് ആണോ നോ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, കോപ്പി ചെയ്യ് ഫാസ്റ്റ്. ഫാസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ എഴുതും. ഈ ഏരിയ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഫൈൻഡ് ദ ടോട്ടൽ മാർക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഈ ലൈനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ആയ? കംപ്ലീറ്റ് ആയ?
Past. ഇതൊക്കെ അറിയുന്നതല്ലേ? Past. Past. Complete ചെയ്ത ശേഷം chat box-ൽ മെസ്സേജ് ഇട്. കംപ്ലീറ്റ് ആയ? അഗ്ന ക്ലാസ്സിൽ എപ്പോഴാണ് ജോയിൻ ചെയ്ത? അഗ്ന മൈക്ക് ഓൺ ചെയ്. ആ ക്ലാസ് എപ്പോഴാണ് ജോയിൻ ചെയ്ത? ഞാൻ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ 10 മിനിറ്റ്സിൽ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിനക്ക് ആൻസർ ഒന്നും വന്നില്ലായിരുന്നല്ലോ. ഞാൻ കേട്ടിട്ടില്ല സർ. അഗ്നാണ് പേര് വിളിച്ചത്, നീ കേട്ടില്ലായിരുന്നു? ഇല്ല, അത് ഞാൻ നേരത്തെ കുറച്ച് സമയം അമ്മ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ നീ എപ്പോഴാണ് ശരിക്കും ജോയിൻ ചെയ്ത? സമയം പറ. എനിക്ക് ഓർമ്മ, ഞാൻ ഫസ്റ്റ് കയറിയിട്ട് പിന്നെ ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് പോയിന്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ അവിടെ വെച്ചിട്ട് അമ്മ വിളിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. കംപ്ലീറ്റ് ആയ ആൾക്കാർ മെസ്സേജിൽ. വർഷനാഥ് ക്ലാസ്സിൽ എപ്പോഴാണ് കയറിയ? വർഷനാഥ് മൈക്ക് ഓൺ ചെയ്യ. വർഷനാഥ്. പ്രണവ് മധു മൈക്ക് ഓൺ ചെയ്. മൈക്ക് ഓൺ ആകുമ്പോ പോവും. ഓക്കെ. പ്രണവ് മധു. നെറ്റ് ഇഷ്യൂ എപ്പോഴാ? പ്രണവ് മധുവിന് നെറ്റ് ഇഷ്യൂ എപ്പോഴാ? മൈക്ക് ഓൺ ചെയ്. സ്റ്റാർട്ടിങ് ക്ലാസ് ഉണ്ടായിരുന്നോ? അല്ല, സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടാ. പിന്നെ എപ്പോഴാ ജോയിൻ ചെയ്തേ? സാർ അതല്ല വൈഫൈ, എന്നിട്ട് കറണ്ട് പോയിരുന്നു. കറണ്ട് പോയാൽ നെറ്റ് കിട്ടിയിട്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ഞാനത് വീട്ടിൽ നിന്ന് വിളിച്ച് ശരിയാക്കാം. അറ്റൻഡൻസ് എടുക്കുന്ന സമയത്തിൽ മാത്രം നിങ്ങളുടെ ക്ലാസ്സിൽ 63, ബാക്കി സമയത്തിൽ 40-45. സ്റ്റാർട്ടിംഗ് ടൈം ഫുള്ള് നിങ്ങളുടെ കൗണ്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. 45-50 ആണ്. ഇപ്പൊ എങ്ങനെയാ എല്ലാരും 61 ആയത് കൗണ്ട്? Okay. See the definition for structure. What is the definition for structure? Structure is a packing of different data types, right? So different data types. Okay. Then what is the syntax for structure? Structure is the struct. Again, endana struct, tag name, then what? Then data type 1, data type 1, then variable 1. Okay. Then data type 2, variable 2. Control C. Okay. So up to n ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So this is the syntax for structure. Then again one more topic. The one more topic is union.
സോ യൂണിയൻ ആൻഡ് സ്ട്രക്ചർ ഡെഫിനിഷൻ ആൾസോ സെയിം. ഓക്കെ, അഗൈൻ ഉള്ള ടോപ്പിക് എന്താണ്? യൂണിയൻ ആണ്. യൂണിയന്റെ ടോപ്പിക്, യൂണിയന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ യൂണിയൻ? പാക്കിംഗ് ഓഫ് ഡിഫറെന്റ്, എഴുതി വെച്ചോ, പാക്കിംഗ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ, Okay, so what is meant by structure? Structure എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? The definition is same, packing of different data types. As usual, union is also എന്താണ്? Packing of different data type ആണ്. Okay, രണ്ടിന്റെ വർക്കും സെയിം ആണ്. Okay, again സിന്റക്സ്, യൂണിയന്റെ സിന്റക്സ് എന്തായിരിക്കും? സെയിം ആണ്. കൺട്രോൾ CH. സ്ട്രക്ചറിന് പകരം നമ്മൾ യൂണിയനിക്ക് എന്ത് സിന്റക്സ് ആണ് യൂസ് ചെയ്യുക? ഇവിടെ സ്ട്രക്ചർ വരൂല, അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? യൂണിയൻ യൂസ് ചെയ്യും. Okay, എഴുതി വെച്ചോ. What is meant by union? Union is also a packing of different data type. What is the syntax for union? Union, tag name, then data type 1, variable 1, then data type 2, variable 2, then data type 3, variable 3. Okay, then up to data type. മനസ്സിലായ? Both are definitions are same. Different എന്താണെന്ന് വെച്ചാൽ മെമ്മറി അലൊക്കേഷൻ ആണ്. Okay, difference is what? The memory allocation is different for both structure and union. Okay, memory allocation ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു സ്റ്റുഡന്റ് റെക്കോർഡ് സേവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു സ്റ്റുഡന്റ് റെക്കോർഡ് സേവ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റുഡന്റിൽ എന്തൊക്കെ ഉണ്ടാവും? സപ്പോസ് നെയിം ഉണ്ട്, അഗെയിൻ ഏജ്, then okay, date of birth വെച്ചു. Okay, date of birth. നെയിമിന്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഡേറ്റ ടൈപ്പ് ഫോർ നെയിം? നമ്മൾ എന്ത് ചെയ്യും? ക്യാരക്ടർ എടുക്കാം അല്ലെ, ക്യാരക്ടർ. സോ ക്യാരക്ടർ n(10). Okay, നെയിം ഓഫ് 10 എന്ന് എടുക്കാം. ഓക്കെ, സെയിം ടൈം അഗൈൻ എന്താണ് നെക്സ്റ്റ്? ഏജിന്റെ എന്താ എടുക്കാം? ഏജിന്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? പറ ചാറ്റ് ബോക്സിൽ. ഏജിന്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇന്റീജർ അല്ലെ. അഗൈൻ എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇന്റീജറിൽ തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ മെമ്മറി സൈസ് എന്ന് പറയുന്നത്, ക്യാരക്ടറിന്റെ മെമ്മറി സൈസ് എത്രയാണ്? പറ, ക്യാരക്ടറിന്റെ മെമ്മറി സൈസ് എത്രയാണ്? ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ദ സൈസ് ഓഫ് ക്യാരക്ടർ? ക്യാരക്ടറിന്റെ മെമ്മറി അല്ലെങ്കിൽ മെമ്മറി എത്രയായിരുന്നു? 1 ബൈറ്റ് ആണ്. ഓക്കെ, സോ 1 ബൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എത്ര ബൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? ക്യാരക്ടർ എത്ര അറേ യൂസ് ചെയ്യുന്നുണ്ട്? 10 ബൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 10 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് 10 മെമ്മറിയാണ്, 10 ബൈറ്റ്സ് ആണ്. ഇത് എത്ര ബൈറ്റ്സ് എടുക്കും? 10 ബൈറ്റ്സ് എടുക്കും. ഇന്റീജർ എത്രയാണ്? 2 ബൈറ്റ്സ് ആണ്. ഓക്കെ, അതുപോലെ എന്താണ് അഗൈൻ ഉള്ള ഇന്റീജർ എന്താണ്? 2 ബൈറ്റ്സ് ആണ്. അപ്പൊ ടോട്ടൽ മെമ്മറി എത്ര വരും? പറ, വാട്ട്സ് ദ ടോട്ടൽ മെമ്മറി സൈസ്? 14 ബൈറ്റ്സ് ആണ്. ഓക്കെ, ബട്ട് ഈ യൂണിയനിൽ എങ്ങനെയാണ് എടുക്കണം അറിയോ? മാക്സിമം ആയിട്ടുള്ള ഒരു മെമ്മറി അലൊക്കേഷനെ എടുക്കുള്ളൂ, സെയിം മെമ്മറി അലൊക്കേഷൻസ് എടുക്കുള്ളൂ. ഈ സെയിം ഡേറ്റ ടൈപ്സ് നമ്മൾ ഇവിടെ എടുക്കണമെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിത് ഇങ്ങനെ യൂണിയനിൽ യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈ മെമ്മറി അലൊക്കേഷൻ ഏതാണ് എടുക്കുന്നത്? പറ, ഹൈ മെമ്മറി അലൊക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്? നെയിം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 10 ബൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് 10 ബൈറ്റ്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാ ഡേറ്റാസിനെയും കൊണ്ട് സ്റ്റോർ ചെയ്യും. മനസ്സിലായ? ഏതാണോ മാക്സിമം മെമ്മറി ഉള്ളത് അത്ര മെമ്മറി അത് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇന്റീജറിന്റെ വാല്യൂസ് ഒക്കെ അത് എവിടെ തന്നെ കൊണ്ട് സ്റ്റോർ ചെയ്യും? ക്യാരക്ടറിൽ തന്നെ കൊണ്ട് സ്റ്റോർ ചെയ്യും. ക്ലിയർ ആയ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ 15, ഇവിടെ ഒരു 100 എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. 100 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെമ്മറി സൈസ് എത്രയാ? വാട്ട് ഈസ് സ്ട്രക്ചറിൽ അത് എത്ര മെമ്മറിയാണ് അക്വയർ ചെയ്തിട്ടുണ്ടാവുക? 100. വാട്ട് ഈസ് ദ സൈസ് ഫോർ ഇന്റീജർ? 2 ബൈറ്റ്സ് അല്ലെ. അപ്പൊ 100 അവിടെ എത്ര പോയിട്ടുണ്ടോ? മെമ്മറി എത്ര അക്വയർ ചെയ്തിട്ടുണ്ടാവും? സ്ട്രക്ചർ 100 not 4 ആണ് എടുത്തിട്ടുണ്ടാവുക. സെയിം ടൈം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, n(100). അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മെമ്മറിയാണ് പോയിട്ടുണ്ടാവുക? മാക്സിമം മെമ്മറി എത്രയാണ്? 100 ആണ്. അപ്പൊ 100ൽ തന്നെ ഇത് എന്ത് ചെയ്യും? ഡേറ്റാസ് ഫുള്ള് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇന്നൊരു കേസ് ഞാൻ പറയട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ക്യാരക്ടർ എടുത്തിട്ടില്ല, ഇവിടെ ഫ്ലോട്ട് ആണ് എടുത്തത്. ഫ്ലോട്ടിന്റെ മെമ്മറി സൈസ് എത്രയാണ്?
ഫ്ലോട്ടിന്റെ മെമ്മറി സൈസ് എത്രയാണ്? ഫ്ലോട്ടിന്റെ മെമ്മറി സൈസ് എത്രയാണ്? 2 ആണോ 4 ആണോ? ഓക്കെ, അപ്പൊ എത്രയാണ് ടോട്ടൽ? ഇത് എത്രയാ വരിക? വാട്ട് ഈസ് ദ സൈസ്? ടോട്ടൽ എത്ര മെമ്മറി അക്വയർ ചെയ്യും? 8 ബൈറ്റ്സ് ആണ് മെമ്മറി അക്വയർ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എത്ര മെമ്മറിയാണ് നമുക്ക്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്ലോട്ട് ആണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചു. പ്രോബ്ലം നമ്മൾ നാളെ നോക്കാം കേട്ടോ. ഫ്ലോട്ട് ആണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാക്സിമം മെമ്മറി എത്രയായിരിക്കും? പറ. വാട്ട് ഈസ് ദ സൈസ്? സൈസ് ഹയസ്റ്റ് മെമ്മറി ഏതാണ്? ഫ്ലോട്ട് ഇൻറ്റ്. ഫ്ലോട്ടിന്റെ സൈസ് എത്രയാണ്? ഫ്ലോട്ടിന്റെ മെമ്മറി സൈസ് എത്രയാണ്? 4 ബൈറ്റ്സ് അല്ലേ? അപ്പൊ ഇതിന് ആൻസർ എന്തായിരിക്കും? ഏതാണ് ഹയസ്റ്റ് മെമ്മറി അലൊക്കേഷൻസിൽ ടോട്ടൽ അക്വയർ ചെയ്യുന്നത്? യൂണിയൻ എത്ര അക്വയർ ചെയ്യും? ഹയസ്റ്റ് ഏതാണ്? ഫ്ലോട്ട് ആണ്. അപ്പൊ ഫ്ലോട്ട് എന്തായിരിക്കും? 4 അക്വയർ ചെയ്യും. ക്ലിയർ ആണോ? സോ ബോത്ത് ഡിക്ലറേഷൻസ്, ഇതിൽ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചർ യൂസിങ് എന്താണ്? സ്ട്രക്ട് കീവേഡ്, യൂണിയൻ യൂസിങ് യൂണിയൻ കീവേഡ് ആണ്. ദ മെയിൻ ഡിഫറൻസ് ഈസ് മെമ്മറി അലൊക്കേഷൻ. ഓക്കെ, ഇത് എന്ത് ചെയ്യും? ഈച്ച് ആൻഡ് എവറി വേരിയബിളിന് എന്ത് ചെയ്യും? സെപ്പറേറ്റ് മെമ്മറിയാണ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്നെ എന്ത് ചെയ്യും? ഹയസ്റ്റ് മെമ്മറിനെ നോക്കും. അതിലാണ് ഹോൾ ഡേറ്റാസിനെ അത് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ,